രാജ്യത്തെ നിലവിലെ സാമൂഹിക അന്തരീക്ഷം കണക്കിലെടുത്ത് സുപ്രധാന നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ. CBCIയുടെ കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് നിർദ്ദേശം നൽകിയത്. എല്ലാ വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും മാനിക്കുകയും ഇതര മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ മേൽ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യരുതെന്നും ഇതിൽ നിർദ്ദേശിക്കുന്നു. ദിവസേനയുള്ള അസംബ്ലിയിൽ വിദ്യാർത്ഥികൾ ഭരണഘടനയുടെ ആമുഖം വായിക്കണമെന്നും സ്കൂൾ പരിസരത്ത് മതത്തിന് അതീതമായുള്ള പ്രാർത്ഥനാ മുറി സജ്ജമാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. രാജ്യത്തെ ഇപ്പോഴത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിലുള്ള വെല്ലുവിളികൾ നേരിടാനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്ന തലക്കെട്ടിലാണ് CBCIയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക ഓഫീസ് മാർഗരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. CBCIയുടെ കീഴിൽ ഏകദേശം 14,000 സ്കൂളുകൾ, 650 കോളേജുകൾ, 7 സർവകലാശാലകൾ, 5 മെഡിക്കൽ കോളേജുകൾ, 450 സാങ്കേതിക തൊഴിലധിഷ്ഠിത സ്ഥാപനങ്ങൾ എന്നിവയാണുള്ളത്. ജനുവരിയിൽ ബംഗളൂരുവിൽ CBCIയുടെ 36ാമത് ജനറൽ ബോഡി യോഗം ചേർന്നിരുന്നു. ഇതിന് പിന്നാലെ CBCIയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക വിഭാഗം 13 പേജുള്ള മാർഗനിർദ്ദേശവും നിർദ്ദേശരേഖയും പുറപ്പെടുവിച്ചിരുന്നു. രാജ്യത്തെ നിലവിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്തു. ക്രിസ്ത്യൻ സമൂഹം നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പൽമാർക്കും ജീവനക്കാർക്കും എതിരായ സമീപകാല ആക്രമണങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. സ്കൂൾ കെട്ടിടത്തിന്റെ പ്രവേശന കവാടത്തിൽ ഭരണഘടനയുടെ ആമുഖം പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്കൂളിന്റെ ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റും കവാടത്തിൽ പ്രദർശിപ്പിക്കണം. സ്കൂൾ കെട്ടിടവും ഭൂമിയും സംബന്ധിച്ച എല്ലാ രേഖകളും നിയമനങ്ങൾ സംബന്ധിച്ച രേഖകളും സൂക്ഷിക്കണം. സ്കൂൾ ലോബിയിലും ലൈബ്രറിയിലും ഇടനാഴികളിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ശാസ്ത്രജ്ഞർ, കവികൾ, ദേശീയ നേതാക്കൾ തുടങ്ങിയ പ്രമുഖരുടെ ഫോട്ടോകളും വെക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്വാഗതാർഹവും യോജിപ്പുള്ളതുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഉൾക്കൊള്ളുന്ന രീതികളിൽ പരിശീലനം നൽകാനും നിർദ്ദേശമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സുരക്ഷ ശക്തമാക്കുന്നതിനും CBCI മാർഗനിർദ്ദേശങ്ങൾ ഊന്നൽ നൽകുന്നു. അടുത്ത കാലത്തായി ഉയർന്നുവരുന്ന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ കത്തോലിക്ക സ്കൂളുകൾ എന്ന നിലയിൽ തങ്ങൾ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കണമെന്ന് കരുതുന്നതായി CBCI ദേശീയ സെക്രട്ടറി ഫാദർ മരിയ ചാൾസ് പറയുന്നു. പ്രിൻസിപ്പൽമാർ കൂടുതൽ സംവേദനക്ഷമതയുള്ളവരായിരിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. കാരണം ഞങ്ങളുടെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലായ്പ്പോഴും മറ്റു മതങ്ങളിൽ നിന്നുള്ളവരാണ്. മാർഗനിർദ്ദേശങ്ങൾ പ്രധാനമായും കത്തോലിക്ക സ്കൂളുകളെ ഉദ്ദേശിച്ചാണെങ്കിലും സഭയുടെ കീഴിലുള്ള എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും സാങ്കേതിക തൊഴിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണെന്ന് ഫാദർ ചാൾസ് പറഞ്ഞു.